നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് അറിയേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, 6 ഓഫ് കപ്സ്, 8 of Pentacles, 9 of Pentacles, Strength, King of Swords, Queen of Pentacles. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കടക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ സാമ്പത്തികമായി വലിയൊരു മാറ്റം ചില വ്യക്തികളിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിച്ച വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതുവരെ ചെയ്യാത്ത പല വെല്ലുവിളികളും നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേർ അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ഇരുന്നത് നിങ്ങളുടെ ബന്ധുക്കൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില നെഗറ്റീവ് ശക്തികളൊക്കെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേർ നിങ്ങൾ മുന്നോട്ട് പോകരുതെന്ന് നല്ല രീതിയിൽ തന്നെ ആഗ്രഹിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ വെല്ലുവിളികളും മറികടന്ന് നിങ്ങൾ മുന്നോട്ട് പോയി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ പല വ്യക്തികളും ഈ ഒരു സമയത്ത് ഇവിടെ തിരിച്ചറിയുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം സെൽഫ് ലവ് ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്. മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്നതിനേക്കാളും നല്ലത് സ്വയം നിങ്ങൾക്ക് തന്നെ ഒരു പരിഗണന നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളിൽ ചില വ്യക്തികളൊക്കെ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾക്കുള്ളതിൽ സന്തോഷിച്ച് വളരെയധികം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ ചില സുഹൃത്തുക്കളൊക്കെ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾക്കരികിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ മടങ്ങി വരുന്നതായിട്ട് പഴയകാല ഓർമ്മകളൊക്കെ നിങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കുന്നതായിട്ടുമൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളിൽ പലരുടെയും മനസ്സ് ഇവിടെ നല്ല രീതിയിൽ പരിശുദ്ധമായ മനസ്സായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ നിങ്ങൾക്കെതിരെ ചെയ്താലും ഒരു നെഗറ്റീവ് ശക്തികൾക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെയും ആൻസിസ്റ്റേഴ്സിൻ്റെയും പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഏത് പൊട്ട സാഹചര്യങ്ങളിൽ വീണു പോയാൽ പോലും അതിൽ നിന്നൊക്കെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു മോട്ടിവേറ്റർ കൂടി ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. മറ്റുള്ളവരെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവരോട് കാരുണ്യവും സ്നേഹവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് വലിയൊരു മാറ്റം വന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്